ഈട്ടാൻടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. നമ്മൾ യാത്രകൾ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭങ്ങളിലോ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്. ആ ഫോട്ടോസൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അതൊക്കെ ചില ഓർമ്മകളാണ് നമുക്ക്. എന്നാൽ അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ തന്നെ ഇനി നമുക്ക് ഓൺലൈൻ വഴി സെല്ല് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റിയാലോ? അതെ, നമ്മുടെ മൊബൈൽ ഫോട്ടോസ് വിറ്റുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഷട്ടർസ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനിയും അവരുടെ ഒരു ആപ്ലിക്കേഷനും, ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ നമ്മുടെ മൊബൈലിലെ ഫോട്ടോസ് സെല്ല് ചെയ്യുന്നത്. ഷട്ടർസ്റ്റോക്ക് എന്ന് പറയുന്ന കമ്പനി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഏറെക്കുറെ അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവർ ചെയ്യുന്നത് ഇത്രമാത്രമാണ്: നമ്മുടെ ഫോട്ടോസ് മറ്റുള്ളവർക്ക് വിൽക്കുക, അവർ നൽകുന്ന കാശിൽ നിന്നും ഇവർക്ക് ഒരു കമ്മീഷൻ എടുത്തുകൊണ്ട് ബാക്കി തുക നമുക്ക് തരിക. ഇതാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. മറ്റുള്ളവരെന്തിന് ഫോട്ടോസ് വാങ്ങുന്നതല്ലേ? കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ, ബ്ലോഗുകൾ എഴുതുന്നവർ, മറ്റ് ക്രിയേറ്റേഴ്സൊക്കെ അവർ തന്നെ ഗൂഗിളിൽ പോയി അവർക്കൊരു ഫോട്ടോസ് എടുത്ത് അവരെ കണ്ടൻറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ അവർ പെയ്ഡായിട്ട് പൈസ കൊടുത്തുകൊണ്ട് ഫോട്ടോസ് വാങ്ങി യൂസ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഈ കമ്പനികളൊക്കെ നമ്മുടെ ഫോട്ടോസ് ഇതുപോലെ മറ്റുള്ളവരിൽ എത്തിക്കും. മറ്റുള്ളവർ പൈസ കൊടുത്ത് വാങ്ങുന്നു, കമ്പനി അവരുടെ ഒരു കമ്മീഷൻ എടുക്കുന്നു, ബാക്കി നമുക്ക് തരുന്നു. ഇതാണ് ശരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ നേരത്തെയൊക്കെ DSLR യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ മാത്രമേ ഇതുപോലുള്ള സൈറ്റുകളിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് കാശ് സമ്പാദിക്കാൻ കഴിയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഷട്ടർസ്റ്റോക്കിലെ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ ഫോട്ടോസും അപ്ലോഡ് ചെയ്തുകൊണ്ട് കാശ് സമ്പാദിക്കാൻ സാധിക്കും. ഷട്ടർസ്റ്റോക്കിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം ഷട്ടർസ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ ഷട്ടർസ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. മെനുവിലോട്ട് തിരിച്ചു വരുമ്പോൾ മെനു ബാറിൽ കോൺട്രിബ്യൂട്ടർ എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അതാണ് ഷട്ടർസ്റ്റോക്കിൻ്റെ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മെയിൽ ID ഒക്കെ കൊടുത്തതിന് ശേഷം അവർ വെരിഫൈ ചെയ്യാനായി നമുക്കൊരു മെയിൽ സെൻഡ് ചെയ്യും. നമ്മുടെ മെയിൽ ID കയറി ആ മെയിൽ ഓപ്പൺ ചെയ്ത് അവർ തന്നിരിക്കുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവും. തിരിച്ച് ആപ്ലിക്കേഷനിലോട്ട് വരിക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം വരുന്ന ഐക്കണിൽ അവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും. ആ ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗാലറിയിൽ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഫോട്ടോയുടെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഫോട്ടോ 4 MB കൂടുതലായിരിക്കണം. ഇപ്പോൾ വരുന്ന എല്ലാ മൊബൈലുകളിലും എടുക്കുന്ന ഫോട്ടോസ് 4 MB കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം റിവ്യൂയിലോട്ട് പോകും. റിവ്യൂവിന് പോയതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ട് അപ്രൂവ്ഡ് ആയിരിക്കാം വരുന്നത്. വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നോട്ട് അപ്രൂവ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്താണ് റീസൺ എന്ന് നോക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം റിവ്യൂവിന് പോയതിനു ശേഷം എനിക്ക് നോട്ട് അപ്രൂവ്ഡ് ആണ് വന്നത്. നോട്ട് അപ്രൂവ്ഡ് ഞാൻ റീസൺസ് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് എൻ്റെ സബ്ജക്റ്റ് ഫോക്കസ് അല്ലായിരുന്നു. എനിക്ക് അത്യാവശ്യത്തിന് ആ ഫോട്ടോയിൽ നോയ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ക്യാമറ ഷെയ്ക്കായിരുന്നു, അങ്ങനെ കുറേ കാരണങ്ങൾ അവർ പറഞ്ഞു. ഇതൊക്കെ മാറ്റി ഞാൻ വേറൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ആ ഫോട്ടോ അപ്രൂവ് ആവുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും വിഷമിക്കേണ്ട. നോട്ട് അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ വേറെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി വേറെ ഞാൻ പറയാം. ഇന്ന് ഫോട്ടോ ഇട്ട് നാളെ കാശ് കിട്ടുമെന്ന് ആരും കരുതരുത്. ഇതൊക്കെ ഒരു പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം പാസ്സായിട്ട് മാത്രം കാണുക. ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ ആ കാര്യം നടക്കട്ടെ. എന്നെങ്കിലും നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ആകുമ്പോൾ ഡോളേഴ്സ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണിക്കും. എപ്പോൾ വേണോ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.